ഒരുപക്ഷെ 5 സീറ്റുകൾ വരെ ജൻസുരാജ് പാർട്ടി നേടിയേക്കാമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വോട്ട് കട്ടറായി മാറിയോ ജൻസുരാജ് പാർട്ടി എന്നാണ് ഇനി അറിയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജംഗിൾ രാജ്, അതായത് ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിലെ ജംഗിൾ രാജിന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു നിതീഷ് കുമാർ അധികാരത്തിലേറിയത് എങ്കിൽ ആ നിതീഷ് രാജിന് അന്ത്യം കുറിക്കുക എന്നതായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷേ നിതീഷ് കുമാർ എന്ന വടവൃക്ഷത്തിന്റെ കീഴിൽ ഒരു ചെറുതാളമായി പോലും തളിരിടാൻ ഇത്തവണ സാധിച്ചില്ല തേജസ്വി യാദവിനെ എന്ന് മാത്രമല്ല രാഘവ്പൂരിലടക്കം തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു. 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു നേതാവിനെതിരെ രാഷ്ട്രീയ വികാരങ്ങൾ ഉണ്ടാകേണ്ടതാണ്, ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതിനെ ആയുധമാക്കുവാനായിരുന്നു ഇത്തവണ മഹാഗഠബന്ധൻ പരമാവധി ശ്രമിച്ചത്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജം പകരുന്നതായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള ആരോപണങ്ങൾ, വോട്ട് ചോരി ആരോപണങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലും പ്രചാരണ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു മഹാഗഠബന്ധൻ. പക്ഷേ അതിനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന തന്ത്രജ്ഞത കൊണ്ട് ഇത്തവണ നേരിട്ടിരിക്കുകയാണ് JDU, നിതീഷ് കുമാർ. അവിടെയാണ് BJPയുടെ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന തന്ത്രം JDUവും JDUവിന്റെ വോട്ടുകൾ ഒപ്പം നിർത്തുക എന്ന തന്ത്രം BJPയും സ്വീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട, മുന്നണിക്കെതിരെ മത്സരിച്ച ചിരാഗ് പാസ്വാനെ ഇത്തവണ ഒപ്പം നിർത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മുന്നണി വിടുമ്പോൾ, അതായത് BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ചിരാഗ് പാസ്വാൻ നിർത്തിയിരുന്നില്ല. ഇത്തവണ അതേ ചിരാഗ് പാസ്വാനെ NDAയുടെ പാളയത്തിലെത്തിച്ച് 25 സീറ്റുകൾ നൽകി മത്സരിപ്പിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ 21 സീറ്റുകളിൽ ചിരാഗ് പാസ്വാനും മുന്നിട്ട് നിൽക്കുന്നു. അതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, അതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഫോർമുല എന്ന് ഒരിക്കൽ കൂടി NDA തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായി ബീഹാർ മാറുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. മഹാഗഠബന്ധൻ പരസ്പരം പോരടിച്ചുകൊണ്ട് വിശ്വാസമില്ലായ്മയിലൂടെ മുന്നോട്ട് പോയതിന്റെ തിക്തഫലം ഈ മണിക്കൂറുകളിൽ അനുഭവിക്കുന്നു, നേരിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ സഖ്യകക്ഷികൾക്കും വലിയ ഇടിവ് എന്ന് മാത്രമല്ല തകർന്നടിയുകയാണ്. RJD 2020 താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സീറ്റ് നില പകുതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് 19 നിന്ന് 10 പോലും എത്താനാകാത്ത സാഹചര്യം. 12 സീറ്റുകൾ ഉണ്ടായിരുന്ന CPIML-ന് 6 സീറ്റുകളിൽ പോലും മുൻതൂക്കമില്ലാത്ത സാഹചര്യം. CPIM-ന് 2 നിന്ന് 1 ചുരുങ്ങുന്ന സാഹചര്യം. CPI-ക്ക് 2 നിന്ന് 1 ചുരുങ്ങുന്ന സാഹചര്യം. ഇങ്ങനെ മഹാഗഠബന്ധൻ ഒന്നടങ്കം തകർന്നടിയുമ്പോൾ മറുഭാഗത്ത് BJPയും JDUവും LJPയും വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ബീഹാറിന്റെ റിയൽ ഹീറോ എന്ന ചോദ്യത്തിന്